കോഴിക്കോട് നിന്ന് റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, 2 മണിക്കൂറോടടുക്കുമ്പോൾ എങ്ങനെയാണ് കോഴിക്കോട്ടെ ഒരു പോളിംഗ്? ആളുകൾ കൂടുതലായി ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ടോ? മറ്റ് മണ്ഡലങ്ങൾ, അതായത് വയനാട്ടിലൊക്കെ എന്താണ് സ്ഥിതി? ലിബിഷ, ഇപ്പോൾ മന്ത്രി PM മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. കോട്ടൂർ UP സ്കൂളിലെ 136 നമ്പർ ബൂത്തിലാണ്. 136 നമ്പർ ബൂത്തിലാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. നിരവധി ഇടങ്ങളിൽ നേരത്തെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ടായിരുന്നു. അതിൽ പലതും പരിഹരിച്ചു വരികയാണ്. ഏറ്റവും ഒടുവിൽ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചാത്തമംഗലം പഞ്ചായത്തിലെ കൂടിമാട് 68 ബൂത്തിലെ 2 വോട്ടിംഗ് യന്ത്രങ്ങളാണ് തകരാറുള്ളത്. അവിടെ 1 മണിക്കൂറായി വോട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ബേപ്പൂർ മണ്ഡലത്തിൽ ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്ത് 41 യന്ത്ര തകരാറുണ്ടായിരുന്നത് പരിഹരിച്ചു. അത് 1 മണിക്കൂർ 40 മിനിറ്റിന് ശേഷമാണ് ഇത് അവിടെ പോളിംഗ് ആരംഭിക്കാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ കനത്തൊരു പോളിംഗ് തന്നെയാണ് ഈ മലബാർ മേഖലകളിൽ നിന്നും ലഭിക്കുന്നത്. വയനാടായാലും അല്ലെങ്കിൽ മറ്റ് മേഖലകൾ, വയനാട്, കോഴിക്കോട്, വടകര, ഒപ്പം തന്നെ മലപ്പുറം, പൊന്നാനി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ നീണ്ട നിരയാണ് വോട്ടിങ്ങിനായി കാണുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരമൊരു ക്യൂ ഇങ്ങനെ രാവിലെ തന്നെ വരാനുള്ളൊരു സാധ്യത കഴിഞ്ഞ തവണകളിലൊക്കെ ഇങ്ങനെയൊരു നിര കാണുമ്പോൾ മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കാറുള്ളത്. കാരണം തങ്ങൾക്ക് അനുകൂലമാകും എന്ന് UDF-ഉം LDF-ഉം ഒരുപോലെ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഈ വലിയ ക്യൂ ആർക്ക് അനുകൂലമാകും എന്ന് പ്രവചിക്കാൻ സാധിക്കാത്തതാണ്. കാരണം കാലാവസ്ഥയുടെ ചൂട്, കനത്ത ചൂടുണ്ട്. മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ട് ആളുകൾ രാവിലെ തന്നെ നേരത്തെ വന്ന് വോട്ട് ചെയ്യുക, കനത്ത ചൂട് വരുന്നതിന് മുൻപ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ് പലരും ഒരു ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായും ഇങ്ങനെ നേരത്തെ ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങാൻ തയ്യാറായിരിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ പ്രധാനമായും വോട്ട് ചെയ്ത പ്രമുഖർ എന്ന് പറയുന്നത് എളമരം കരീം രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്ത് മടങ്ങി. അതേസമയം തന്നെ MK രാഘവൻ, UDF സ്ഥാനാർത്ഥി MK രാഘവൻ വോട്ട് ചെയ്യുന്ന ദേശബന്ധു സ്കൂളിലെ 84 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറുണ്ടായിരുന്നു. പിന്നീട് പുതിയ VVPAT എത്തിച്ചാണ് അവിടെ വോട്ടെടുപ്പ് പുനരാരംഭിച്ചത്. തുടർന്ന് MK രാഘവൻ വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ പഴശ്ശി വെസ്റ്റ് UP സ്കൂളിൽ വോട്ട് ചെയ്തു. ഭർത്താവ് K ഭാസ്കരനൊപ്പം എത്തിയാണ് അവർ വോട്ട് ചെയ്തത്. വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയത്. K സുരേന്ദ്രൻ കോഴിക്കോട് ഉള്ളിയേരിയിലെ അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്തു. NDA സ്ഥാനാർത്ഥിയാണ്, വയനാടുള്ള NDA സ്ഥാനാർത്ഥിയാണ്, BJP സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞത് കേരള ഭരണത്തിനെതിരായ ശക്തമായ വിധിയെഴുത്തുണ്ടാകും, ജനവികാരം കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. ഒപ്പം തന്നെ EP ജയരാജനുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നിട്ടുണ്ട്. അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. വയനാട് നിന്നും വന്ന ഒരു പരാതി എന്ന് പറയുന്നത് BJPയുടെ ബൂത്ത് ഓഫീസ് തകർത്തതായ ഒരു പരാതി വന്നിരുന്നു. വയനാട് കമ്പളക്കാട് കണിയാമ്പറ്റ പഞ്ചായത്ത് UP സ്കൂളിലെ 52 ബൂത്ത് തകർത്തതായ ഒരു ആരോപണം വന്നിരുന്നു. മാത്രമല്ല മലപ്പുറത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ മലപ്പുറം പാണക്കാട് LP സ്കൂളിൽ രാവിലെ തന്നെ ഒന്നാമത്തെ വോട്ടറായി പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതേ ബൂത്തിൽ അതേ സ്കൂളിൽ 100-ാം ബൂത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്തത്. പാണക്കാട് മറ്റ് തങ്ങന്മാരും അവിടെ തന്നെ വോട്ട് ചെയ്തു. പിന്നീട് കോട്ടൂർ പഞ്ചായത്തിലെ 21 നമ്പർ ബൂത്തായിട്ടുള്ള മൂലാട് ഹിന്ദു LP സ്കൂളിലെ വോട്ടിംഗ് യന്ത്രം തകരായത് കാരണം വോട്ടെടുപ്പ് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഇവിടെ പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിക്കും എന്നുള്ളതാണ്. ഇവിടത്തേക്ക് വോട്ടിംഗ് യന്ത്രം എത്തിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. അല്പസമയത്തിനകം അവിടെ വോട്ട് എടുപ്പ് തുടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല മറ്റ് ചില ബൂത്തുകളിലൊക്കെ വോട്ടിംഗ് യന്ത്രം തകരാറിലായ പ്രശ്നമെല്ലാം തന്നെ പരിഹരിച്ചു. ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിക്കാൻ എല്ലായിടത്തും ഭൂരിഭാഗം സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക്